ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് സന്ദർശനം നാളെ ആരംഭിക്കും. മ്യാൻമാറിലും തായ്ലൻഡിലുമുണ്ടായ ഭൂചലനത്തിൽ മരണം 696. മ്യാൻമാറിന് സഹായവുമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. ഛത്തീസ്ഗഡിൽ 16 നക്സലുകൾ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. അടുത്ത വർഷത്തോടെ രാജ്യത്ത് നിന്ന് നക്സലിസം തുടച്ചുമാറ്റുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കേരളത്തിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മനീഷ് ഭൻവാലയിലൂടെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഐപിഎല്ലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പരിസ്ഥിതി സംരക്ഷണത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. विश्व समुदाय पर्यावरण के प्रति सचेत और संवेदनशील के लिए इसके संकेत मिलते हैं. पर्यावरण से जुड़े ऐसे सभी दिवस ये संदेश देते हैं कि हम प्रतिदिन अनेक उद्देश्यों और कार्यक्रमों का ध्यान में रखते हुए जागरूकता पर आधारित निरंतर सक्रियता तथा सबकी भागीदारी से ही पर्यावरण संरक्षण और संवेदन संभव हो सकेगा. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ചയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് നാളെ തുടക്കം. നാഗ്പൂരിൽ സ്മൃതി മന്ദിറും ദീക്ഷാഭൂമിയും സന്ദർശിക്കുന്ന അദ്ദേഹം മാധവ് നേത്രാലയ പ്രീമിയം സെന്ററിന്റെ തറക്കല്ലിടൽ നിർവഹിക്കും. സോളാർ ഡിഫൻസ് ആന്റ് എയ്റോസ്പേസ് ലിമിറ്റഡിന്റെ UAV റൺവേ ടെസ്റ്റിംഗ് റേഞ്ച് തുടങ്ങിയവയുടെ ഉദ്ഘാടനമാണ് ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മറ്റ് പരിപാടികൾ. പിന്നീട് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലെത്തുന്ന അദ്ദേഹം 33,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മ്യാൻമാറിലും തായ്ലൻഡിലും കഴിഞ്ഞ ദിവസമുണ്ടായ വൻ ഭൂചലനത്തിൽ മരണസംഖ്യ 694. റിക്ടർ സ്കെയിലിൽ 7.7ഉം 4.2ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മ്യാൻമാറിലെ 6 മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും നാശനഷ്ടവും ആളപായവും റിപ്പോർട്ട് ചെയ്തു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഭൂകമ്പമുണ്ടായ മ്യാൻമാറിന് സഹായമെത്തിക്കാൻ ഓപ്പറേഷൻ ബ്രഹ്മയുമായി ഇന്ത്യ 15 ടണ്ണോളം അവശ്യ സാധനങ്ങളാണ് കൈമാറുന്നത്. മ്യാൻമാറിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതിന് വിദേശകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. രാജ്യത്ത് ഇലക്ട്രോണിക് വസ്തുക്കളുടെ നിർമ്മാണം, വിതരണ ശൃംഖല എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് 22,000 കോടി രൂപയുടെ ഇലക്ട്രോണിക്സ് ഘടക വസ്തു നിർമ്മാണ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുതിയ പദ്ധതി 91,000-ലധികം പേർക്ക് നേരിട്ടും നിരവധി പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കർഷകർക്ക് താങ്ങാനാവുന്ന വിലയിൽ സബ്സിഡിയുള്ള വളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഫോസ്ഫറ്റിക്, പൊട്ടാസ്യം വളങ്ങൾക്ക് സബ്സിഡി നിരക്കുകൾ അംഗീകരിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2% ക്ഷാമബത്ത അനുവദിക്കാനും കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ വർഷം ജനുവരി 1 മുതൽ ഇതിന് പ്രാബല്യമുണ്ടാകും. ബീഹാറിലെ കോസി, മേച്ചി നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിക്ക് അംഗീകാരം നൽകിയ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ബീഹാറിന്റെ സമഗ്ര വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ ഇന്നുണ്ടായ വെടിവയ്പിൽ 16 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. കെർലാപാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വനത്തിൽ മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയത്. അതേസമയം അടുത്ത വർഷം മാർച്ചോടെ രാജ്യത്ത് നിന്ന് നക്സലിസം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഝാർഖണ്ഡിൽ വെസ്റ്റ് സിംഗ്ഭൂം ജില്ലയിലെ ടോണ്ടോ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുരക്ഷാസേനയും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ നക്സൽ ഡംപ് തകർത്തതായി റിപ്പോർട്ട്. 28-ലധികം സ്ഫോടക വസ്തുക്കൾ, ബോംബുകൾ, വെടിക്കോപ്പുകൾ തുടങ്ങിയവ ബോംബ് സ്ക്വാഡ് പിടിച്ചെടുത്തു. അതേസമയം ഹസാരിബാഗ് ജില്ലയിലെ ഉരിമാരിയിൽ നിന്ന് ഒരു ഭീകരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 120ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പരിപാടിയുടെ പ്രാദേശിക പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം നാളെ. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ രാവിലെ 10 മണിക്കാണ് യോഗം. വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെയും യോഗമാണ് നടക്കുക. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2027 ജൂണിൽ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. ജനുവരിയേക്കാൾ വളരെ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ പുരോഗമിക്കുകയാണ്. മാത്രമല്ല എല്ലാ വികസന പ്രവർത്തനവും കൺസ്ട്രക്ഷനും നല്ല രീതിയിലാണ് കൊണ്ടിരിക്കുന്നത്. നമ്മുടെ IT പാർക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കമ്പനികൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാവുന്ന സ്ഥലമാണ്. ഇതേ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ട്രെയിനുകൾ ഇവിടെ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകും. അപ്പോൾ അതിനുള്ള കൂടുതൽ ഫെസിലിറ്റീസ് വരും. കേരളത്തിൽ അനധികൃത കുടിയേറ്റം തടയൽ നിയമം കർശനമായി നടപ്പാക്കണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടത്തെ CPM-ഉം കോൺഗ്രസും ദുർബലമാക്കരുതെന്നും ശ്രീ വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ജോർദാനിൽ നടക്കുന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മനീഷ ഭൻവാല ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണം നേടി. വനിതകളുടെ 62 കിലോഗ്രാം വിഭാഗത്തിൽ കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് മനീഷയുടെ നേട്ടം. 53 കിലോഗ്രാം വിഭാഗത്തിൽ ആന്റിം പങ്കാൽ വെങ്കല മെഡൽ നേടി. 1 സ്വർണ്ണവും 1 വെള്ളിയും 6 വെങ്കലവുമാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 3 തായ്ലന്റ് സന്ദർശനം നടത്തും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ തായ്ലന്റ് സന്ദർശനമാണിത്. ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് UAE 500 ഇന്ത്യൻ തടവുകാർക്ക് മാപ്പ് നൽകി. തടവുകാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സജീവവും സുസ്ഥിരവുമായ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി നിരവധി ഇന്ത്യൻ പൌരന്മാരെ നേരത്തെ മോചിപ്പിച്ചിരുന്നു. കേരളത്തിൽ ശവ്വാൽ മാസപ്പിറവി സംബന്ധിച്ച് ഏകീകൃത തീരുമാനമെടുക്കാൻ വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരും മഹല്ല് ഭാരവാഹികളും നാളെ യോഗം ചേരും. വൈകുന്നേരം 6:30 തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിലാണ് യോഗം. തന്ത്രപരമായ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഇന്ത്യ US ധാരണ. US ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. തായ്ലന്റിലെ ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 4 മുതൽ 6 വരെ ശ്രീലങ്ക സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാര യുദ്ധം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തി. പുതിയ സാമ്പത്തിക സുരക്ഷാ ബന്ധത്തെക്കുറിച്ച് സമഗ്രമായ ചർച്ചകൾ ആരംഭിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഉൽപ്പന്നങ്ങളുടെ തീരുവ വർദ്ധിപ്പിച്ചതിൽ കാനഡ അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇരുവരുടെയും ടെലിഫോൺ സംഭാഷണം. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, സൈനിക സഹകരണം വർദ്ധിപ്പിക്കുക, പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംയുക്തമായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 7:30 നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു മുംബൈ സിറ്റിയെ നേരിടും. അടുത്ത മാസം 12-നാണ് ഫൈനൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതി സംരക്ഷണത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് സന്ദർശനം നാളെ ആരംഭിക്കും. മ്യാൻമാറിലും തായ്ലന്റിലുമുണ്ടായ ഭൂചലനത്തിൽ മരണം 1000 കടന്നു. മ്യാൻമാറിന് സഹായവുമായി ഓപ്പറേഷൻ ബ്രഹ്മ. ഛത്തീസ്ഗഡിൽ 16 നക്സലുകൾ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. അടുത്ത വർഷത്തോടെ രാജ്യത്ത് നിന്ന് നക്സലിസം തുടച്ചു മാറ്റുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കേരളത്തിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം.
ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മനീഷ ഭൻവാലിയയിലൂടെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഐപിഎല്ലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.